പ്രത്യാശയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്ന പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവിതത്തിലെ ദുഃഖം, നിരാശ, ഭയം, അനിശ്ചിതത്വം എന്നിവയുടെ ഇടയിൽ ദൈവത്തിൽ ഉറച്ച പ്രത്യാശ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു ആഴത്തിലുള്ള ആത്മീയ പ്രാർത്ഥനയാണ്. ഇവിടെ പരിശുദ്ധ മാതാവിനെ പ്രത്യാശ നിറഞ്ഞ മാതാവ് എന്ന് വിളിക്കുന്നത് അവൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച ജീവിതത്തിൻ്റെ മാതൃകയായതിനാലാണ്. അവളുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചായിരുന്നു. അതിനാൽ തന്നെ പ്രത്യാശയുടെ പ്രതീകമായി അവൾ മാറുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിരാശകളും നിന്റെ സ്നേഹത്തിലൂടെ മാറ്റണമേ എന്ന അപേക്ഷ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പരാജയങ്ങളെയും വേദനകളെയും ദൈവിക സ്നേഹത്തിലൂടെ മാറ്റി പുതുജീവിതം നൽകണമെന്നുള്ള ആഗ്രഹമാണ്. മനുഷ്യജീവിതത്തിൽ നിരാശകൾ സ്വാഭാവികമാണ്. രോഗം, ദാരിദ്ര്യം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ, ഒറ്റപ്പെടൽ തുടങ്ങിയവ മനസ്സിനെ തളർത്തുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ മാതാവിൻ്റെ സ്നേഹം ഒരു അമ്മയുടെ ആശ്വാസം പോലെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. ഇരുട്ടിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വെളിച്ചം കാണാൻ എനിക്ക് കരുത്ത് തരണമേ എന്ന ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവം നമ്മെ കൈവിടുന്നില്ല എന്ന വിശ്വാസം നൽകുന്നതാണ് ഈ പ്രാർത്ഥന. ആ ഇരുട്ടിനുള്ളിൽ പോലും ദൈവത്തിൻ്റെ വെളിച്ചം കാണാനുള്ള ആത്മീയ കാഴ്ചയാണ് മനുഷ്യനെ മുന്നോട്ട് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ ഒരിക്കലും നശിക്കരുത് എന്നതാണ്. പ്രത്യാശ ഇല്ലാതെ വിശ്വാസവും ജീവിതവും നിലനിൽക്കില്ല. പരിശുദ്ധ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സമയം നമ്മുടേതിനേക്കാൾ വ്യത്യസ്തമാണെന്നും ഇന്ന് ദുഃഖമായത് നാളെ അനുഗ്രഹമായി മാറാമെന്നും ആണ്. അതിനാൽ ക്ഷമയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ ഈ പ്രാർത്ഥന നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആമീൻ. അവസാനമായി ആമീൻ എന്ന് പറയുമ്പോൾ ഈ എല്ലാ അപേക്ഷകളും ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന മനോഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പ്രത്യാശയുടെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനത്തോടെ നിറയുകയും ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളിലും ദൈവത്തിൻ്റെ വെളിച്ചം നമ്മെ നയിക്കുമെന്ന ഉറച്ച വിശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.